ഹലോ ഗൈസ്, കൊച്ചി ലുലു മാളിലൂടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് കാറുകളുടെ പുതിയ മോഡലുകളുടെ ഷോ കണ്ടത്. ലെക്സോൺ ടാറ്റ ടിയാഗോയുടെ ഏറ്റവും പുതിയ രണ്ട് മോഡലുകളാണ് ഇവിടെ ഷോ ചെയ്യുന്നത്. ടാറ്റ ടിയാഗോയുടെ പെട്രോൾ വേരിയന്റും അപ്പുറത്തായിട്ട് ടിയാഗോ ഇവിയും കാണാം. ടിയാഗോ ഇവിയുടെ ചിൽ ലെയിം എന്ന കളർ വേരിയന്റ് ആണിത്. ഇതിനപ്പുറത്തായിട്ട് ഓഷ്യൻ ബ്ലൂ എന്ന കളർ വേരിയന്റ് ആണ് ഈ കാണുന്നത്. 2025 എക്സ്റ്റീരിയറിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ പ്രൊഡക്റ്റ് കാറ്റലോഗിന്റെ ലിങ്ക് കൊടുക്കാം. 1200cc 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഇനി ബ്രേക്കിലോട്ട് വരികയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്കും റിയർ ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. ബൂട്ട് സ്പേസ് 242 ലിറ്റർ ആണ്. പെട്രോൾ CNG ഇങ്ങനെ രണ്ട് ഫ്യൂൽ വേരിയന്റ് ഉണ്ട്. 5 മോഡലുകളിൽ 2 മിഡിൽ മോഡലുകളിൽ മാനുവൽ ട്രാൻസ്മിഷനെ കൂടാതെ AMT ഓപ്ഷൻസ് കൂടിയുണ്ട്. 6 കളർ വേരിയന്റ് വരുന്നുണ്ട്. വണ്ടിയുടെ എക്സ്റ്റീരിയർ ഒന്ന് കണ്ടു നോക്കാം. ഡ്യുവൽ ടോൺ കളർ പാറ്റേണിൽ നല്ലൊരു പ്രൊഫഷണൽ ആൻഡ് സ്റ്റൈലിഷ് ലുക്ക് ആയിട്ടുണ്ട്. ഹെഡ്ലാമ്പ് LED മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രിൽസ് ആ ഒരു ഹണികോപ്പ് മെട്രിക്സ് മാറി എയർവെന്റോട് കൂടിയ ഒരു പുതിയ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇനി വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ലീക്ക് ഡിസൈനും പിയാനോ ബ്ലാക്കിലുള്ള മിററിനോട് കൂടി തന്നെ അതിലുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സും എല്ലാം ചേർന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ആണ്. 14 ഇഞ്ച് ഡ്യുവൽ ടോൺ ഹൈപ്പർ സ്റ്റീൽ വീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടയർ സൈസ് മോഡലിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ട്. റിയർ സൈഡിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല. പഴയ ഒരു ക്യൂട്ട് ഡിസൈൻ തന്നെയാണ്. ഇതിന്റെ 242 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അതുപോലെ തന്നെ ടൈൽ ലാമ്പും റിയർ ലാമ്പും എല്ലാം ചേർന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ. പിന്നെ ഉയർന്ന വേരിയന്റിൽ ഷാർക്ക് ഫിൻ ആന്റിന വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ഫ്ലഷ് മൗണ്ട് അല്ല, നോർമൽ ടൈപ്പ് ആണ് വരുന്നത്. ഇനി ഇന്റീരിയറിലോട്ട് വരികയാണെങ്കിലും ആ ഒരു ഡ്യുവൽ ടോൺ കളറിന്റെ ഒരു ബ്യൂട്ടിയാണ് കാണാൻ പറ്റുക. ഗ്രേ ഓഫ് വൈറ്റ് കളറുകളോടൊപ്പം തന്നെ ഫ്രണ്ട് പാനലിൽ പിയാനോ ബ്ലാക്ക് കൂടി ഉൾപ്പെടുന്ന ഒരു കളർ പാറ്റേൺ ആണ്. 7 ഇഞ്ച് ഹെർമൻ മ്യൂസിക് സിസ്റ്റം ആണ്. പിന്നെ ഒരു മോഡലിനനുസരിച്ച് ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഫ്രണ്ട് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ സീറ്റുകൾ ഫാബ്രിക് സീറ്റ്സുകളാണ് വരുന്നത്. പുറത്തെ സ്പോട്ട് ലൈറ്റുകൾ ഇപ്പോൾ ഒന്ന് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ കാണാം. സ്മാർട്ട് ഇല്യൂമിനേറ്റഡ് ഫ്ലാറ്റ് ബോട്ടം 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിനോടൊപ്പം തന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിലത്തെ ഒരു വ്യൂ എങ്ങനെയാണ്, കുറച്ച് ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ഇന്റീരിയർ പാറ്റേൺ കളർ പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആംറസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. USB ചാർജിങ് 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ്സ് എല്ലാം കാണാം. പിന്നെ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു കീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെപ്സ് അല്ല, നോർമൽ കീ തന്നെയാണ് വരുന്നത്. ഈ രണ്ട് വണ്ടികളുടെയും ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് കാണിക്കാം. ഈ കാണുന്നത് ടാറ്റ ടിയാഗോ EV ചിൽ ലൈം കളറിൽ വരുന്ന പുതിയ മോഡലാണ്. ഹെഡ്ലൈറ്റ് ഡിസൈനിൽ പിയാനോ ബ്ലാക്കിനോടൊപ്പം വരുന്ന ഒരു ഫ്രണ്ട് പോർഷനും അതേപോലെ മെറ്റാനിക് കളർ ബാൻഡുമാണ് ഈ ഒരു അപ്ഡേറ്റഡ് വേരിയന്റിലുള്ള ചെറിയൊരു മാറ്റമായിട്ട് തോന്നുന്നത്. സൈഡ് പ്രൊഫൈലിലോട്ട് വന്നു കഴിഞ്ഞാൽ പിയാനോ ബ്ലാക്കിലുള്ള ഗ്ലോസി മിറർ പോർഷനിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സബ് കോമ്പാക്ട് കാർ ശ്രേണിയിൽ ഹാച്ച് ബാക്ക് ബോഡി സ്റ്റൈലിൽ വരുന്ന ഈ ഒരു കാറിന്റെ ടോട്ടൽ ലുക്ക് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് ഒരു സ്പോർട്ടി സ്റ്റൈലാണ്. റിയർ സൈഡിൽ സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗത്താണ് സ്റ്റോപ്പ് ലാമ്പിന്റെ പൊസിഷൻ വന്നിരിക്കുന്നത്. ഇനി ഇന്റീരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേപോലെ തന്നെ ഡ്യുവൽ ടോൺ കളർ പാറ്റേണിൽ മെറ്റാലിക് ബ്ലാക്കും ഇടയ്ക്കെല്ലാം ക്രോം എലമെന്റും ചേർന്ന് വരുന്ന ഒരു പാറ്റേൺ ആണ്. റിയർ സൈഡിൽ സെന്റർ 3 പോയിന്റ് സീറ്റ് ബെൽറ്റും റിയർ ഒക്യുപ്പന്റ് സെൻസറും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഡ്രൈവ് സെലക്ഷൻ നോബാണ് ഈ കാണുന്നത്. ഇതിൽ സ്പോർട്ട് മോഡ് ആഡായി വരുന്നുണ്ട്. ഫ്രണ്ട് പാനലിൽ ടിയാഗോ EVയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ഉള്ളിൽ ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ അപ്പോൾസ്റ്ററിയുടെ ഒരു പ്രീമിയം ലുക്കാണ് കാണാൻ സാധിക്കുന്നത്. 6 കളർ ഓപ്ഷനിൽ 4 മോഡൽ വേരിയന്റ് ആണ് വരുന്നത്. ബേസ് മോഡലായിട്ടുള്ള XCMR 7,99,000 രൂപയും ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള XZ Lux LRലോട്ട് വരുമ്പോൾ 11,14,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. ഇവിടെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം റേഞ്ച്, ലോങ് റേഞ്ച് എന്നിങ്ങനെ 2 കാറ്റഗറിയിൽ മീഡിയം റേഞ്ചിൽ സർട്ടിഫൈഡ് ഫുൾ ചാർജ് റേഞ്ച് വരുന്നത് 223 കിലോമീറ്ററും ലോങ് റേഞ്ചിൽ 293 കിലോമീറ്ററുമാണ്. എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ, ഇതിന് 4 ലെവൽ സ്മാർട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൂടി വരുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിൽ EVയുടെ ബാഡ്ജിങ് കാണാം. ബ്ലാക്ക് കളർ ഇൻസെർട്ടോട് കൂടിയിട്ട് എടുത്തു കാണിക്കുന്ന വിധത്തിലുള്ള ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ഗ്ലോസി ഫിനിഷിംഗിൽ പിയാനോ ബ്ലാക്കോട് കൂടിയിട്ടുള്ള ഒരു ടോപ്പ് സൈഡിൽ ഷാർക്ക് ഫിൻ ആന്റിന പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിയർ പാർക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഷാർക്ക് ഫിൻ ആന്റിന്റെ അടുത്തുള്ള ഒരു സ്പോയിലർ പോലെ കാണുന്ന ഭാഗത്താണ്. വീൽ സൈഡിലോട്ട് വന്നാൽ R14 സ്റ്റീൽ വീൽ വിത്ത് ഹബ്ബ് ക്യാപ്സോട് കൂടിയിട്ടുള്ളതാണ് വരുന്നത്.
ക്ലസ്റ്ററിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വിത്ത് ഡ്രൈവ് സെലക്ഷൻ നോബ് ഇവിടെ കാണാം. ഇല്ലുമിനേറ്റഡ് ടാറ്റ ലോഗോയോട് കൂടിയിട്ടുള്ള സ്മാർട്ട് ഡിജിറ്റൽ സ്റ്റെയറിംഗ് വീല് കുറച്ചും കൂടി എർഗണോമിക്സിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഹാൻഡി ആൻഡ് ഗ്രിപ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫുള്ളി ഓട്ടോമാറ്റഡ് ടെമ്പറേച്ചർ കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ ഉയർന്ന വേരിയന്റ് ആയ എക്സെറ്റിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർ കണക്റ്റും വയർലെസ്സിലാണ് വരുന്നത്. വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഇൻഫോടൈൻമെന്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജനറലി ക്ലസ്റ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ. ഈ രണ്ട് വാഹനങ്ങളുടെ ടോപ്പ് വ്യൂ കാണാം. ഡിസൈൻ കൊണ്ട് രണ്ടും ഏറെക്കുറെ ഐഡന്റിക്കലാണ്. എന്നിരുന്നാലും ഇവിയിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി സ്പോർട്ടി ലുക്കും പെട്രോൾ വേരിയന്റിലോട്ട് വരുമ്പോൾ ഒന്നുകൂടി എലഗന്റും ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ ഒരു കമ്പാരിസണിൽ ഏത് വാഹനമാണ് കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.